ഹലോ ഗൈസ്, ഞാൻ കുറച്ച് തിരക്കുകളിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളെ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് പറയാനായിട്ടാണ് ആൾക്കാർക്ക് സമയമുള്ളൂ. വേറൊരാൾ വന്നിട്ട് അതിന് നെഗറ്റീവ് അടിക്കും, ഇവൻ നാച്ചുറൽ അല്ല, ഇവൻ സ്റ്റിറോയിഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തുകൊണ്ട് അപ്പം തന്നെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ബോഡി ബിൽഡിങ് ചെയ്യണോ വേണ്ടോ എന്ന്. ബോഡി ബിൽഡിങ് ചെയ്യാത്തവരുണ്ട്, ചെയ്യണവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഓരോരുത്തർക്കും അതിനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബിൽഡർ ആവണോ അതോ നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡർ ആവണോ എന്നുള്ളതും ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇവൻ നാച്ചുറലല്ല, ഇവൻ മറ്റവൻ സ്റ്റിറോയിഡാണ്, അല്ലെങ്കിൽ ഇവൻ സ്റ്റിറോയിഡാണെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവരെന്ത് വേണേൽ ചെയ്യോട്ടെ. പക്ഷെ ഓരോരുത്തരിങ്ങനെ റിയാക്ട് ചെയ്യണത്, ഇങ്ങനെ പൊട്ടന്മാരെ പോലെ കിടന്നിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണത് അവരുടെ അക്കൗണ്ടിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലോ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിൽ അവർ കിടന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിന് റീച്ച് കിട്ടുള്ളൂ സോഷ്യൽ മീഡിയകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇങ്ങനെ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ ചിലവരുണ്ട്, അവർ എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് ആയിരിക്കും, എന്നിട്ട് അവർ നാച്ചുറലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണവർ. അങ്ങനെയുള്ളവർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, നമ്മളെന്തിനാ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകണം. അവർ എൻഹാൻസ്ഡ് ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുമോ നാച്ചുറലായിട്ട് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ആവട്ടെ. പക്ഷേ നമ്മളത് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ചിലവരുണ്ട്, അവരുടെ അക്കൗണ്ടിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ എന്തെല്ലാം വീഡിയോസ് അവർക്ക് ചെയ്യാം. ഇപ്പോൾ ബോഡി ബിൽഡേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ജിം ട്രെയിനേഴ്സിനാണെങ്കിലൊക്കെ മറ്റേ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല വീഡിയോസ് ചെയ്യാം. എങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യണം, ഇപ്പോൾ ചെസ്റ്റിനുള്ളതാണെങ്കിൽ ചെസ്റ്റിനുള്ള വർക്കൗട്ട് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലെഗിനുള്ളതാണെങ്കിൽ എങ്ങനെ ചെയ്യാം, ഓരോരുത്തർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസ് അവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫിറ്റ്നസ്സായിട്ട് ബന്ധപ്പെട്ട മറ്റ് നിരവധി നല്ല നല്ല കണ്ടൻറ്റുകളുണ്ട്, അതൊക്കെ ചെയ്യാം. അതിന് പകരം ഇതേപോലെ നെഗറ്റീവാണ് കൂടുതലായിട്ടും ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നെഗറ്റീവ് ചെയ്താലാണ് കൂടുതൽ ആളുകൾ കാണുകയുള്ളൂ, കൂടുതൽ റീച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നടന്നു എന്നായിരിക്കും. ആ കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുറേ ബോഡി ബിൽഡേഴ്സിൻ്റെ റിയാക്ഷൻ വീഡിയോസ് കാണാൻ പറ്റും. ഇവൻ നാച്ചുറൽ അല്ലെങ്കിൽ ഇവൻ സ്റ്റിറോയിഡാണ്, അല്ലെങ്കിൽ ഇവൻ മറ്റേതാണ് മറിച്ച്. അതിപ്പോൾ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ബോഡി ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ റിയാക്ഷൻ വീഡിയോസ് കാണും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് വരാം അടുത്ത ദിവസങ്ങളിൽ.